നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ബഹ്റൈൻ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റു പല ഗൾഫ് രാഷ്ട്രങ്ങളും സ്വദേശിവൽക്കരണം പോലുള്ള നടപടികൾ കടുപ്പിക്കുമ്പോൾ പ്രവാസികളെ ചേർത്തു പിടിക്കുകയാണ് ബഹ്റൈൻ. അതായത് ജീവനക്കാരുടെ പെൻഷൻ തുക 6% വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഷൂറ കൗൺസിൽ അംഗീകാരം നൽകി. കഴിഞ്ഞ വർഷം ജനുവരി മുതലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. വർദ്ധിപ്പിച്ച പെൻഷൻ തുക നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി 95,000-ലധികം ബഹ്റൈനികളുടെ പെൻഷൻ കുടിശ്ശിക അവർക്ക് നൽകാൻ തീരുമാനമായി. അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക ഉടൻ നൽകും. 1976-ൽ പുറത്തിറക്കിയ രാജ്യത്തെ സോഷ്യൽ ഇൻഷുറൻസ് നിയമത്തിലും 1975-ലെ സിവിൽ സർവീസ് വേജൻസ് ആൻഡ് പെൻഷൻ നിയമത്തിലുമാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഷൂറ കൗൺസിൽ ഈ നിയമം പാലിക്കുകയായിരുന്നു. പാർലമെന്റ് അംഗീകരിച്ചതിനാൽ ഭേദഗതി നിർദ്ദേശങ്ങൾ ഹമദ് രാജാവിന് സമർപ്പിച്ചു. പുതിയ നിയമം വരുന്നതോടെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് തീരുമാനം ഗുണം ചെയ്യും. 2021 ജനുവരി മുതൽ പരമാവധി വർധന 60 ദിനാറായി പരിമിതപ്പെടുത്തും. കാലതാമസം വരുന്ന പെൻഷൻ തുക വാർഷിക വരുമാനത്തിന്റെ കൂടെ ഒരുമിച്ച് നൽകാമെന്ന നിർദ്ദേശത്തിന് കൗൺസിൽ അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിന്റെ 27% ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ വ്യക്തിഗത വിഹിതം 1%-ൽ കൂടരുതെന്നാണ് നിർദ്ദേശം നൽകിയത്. രാജ്യത്തെ പ്രവാസികളെ പെൻഷൻ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുകയും ആനുകൂല്യങ്ങൾ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ നൽകുകയും ചെയ്യുമെന്നതാണ് ഭേദഗതിയിൽ എത്തിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ ജോലിയിൽ നിന്നും വിരമിക്കുന്ന പ്രായം 60 തുടരുന്നതാണ്. എന്നാൽ തൊഴിലാളികൾക്ക് 65 വയസ്സ് വരെ ജോലിയിൽ തുടരാൻ സാധിക്കും. ഇത്തരക്കാരുടെ പരമാവധി ശമ്പളം 80%-ന് പകരം ശമ്പളത്തിന്റെ 90%-ആയി പരിമിതപ്പെടുത്താനാണ് തീരുമാനിച്ചത്. അതേസമയം ഒമാനിൽ പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റിന്റെ കാലാവധി 3 മാസത്തേക്ക് കൂടെ നീട്ടി. മാർച്ച് 31-ന് തൊഴിൽ പെർമിറ്റ് കാലാവധി അവസാനിച്ച പ്രവാസികൾക്കായിരിക്കും ഇത് ബാധകമാവുക. കഴിഞ്ഞ ദിവസമാണ് തൊഴിൽ മന്ത്രാലയം പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റിന്റെ കാലാവധി സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച ആഘാതം മറികടക്കുന്നതിനുള്ള സഹായമെന്നുള്ള നിലയിലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പുതിയ അറിയിപ്പ് പ്രകാരം മാർച്ച് 31-ന് കാലാവധി അവസാനിക്കേണ്ടിരുന്ന തൊഴിൽ പെർമിറ്റുകൾക്ക് ഇനി ജൂൺ 30 വരെ കാലാവധി ഉണ്ടാകും.